നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സിൽ കടന്നു വരുന്നതാണ് അടുത്ത ടോപ്പിക്. ടോപ്പിക്കിന്റെ പേരാണ് യൂസർ ഇന്റർഫേസ്. അതിന്റെ ഷോർട്ട് വേർഡാണ് UI അഥവാ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോലുള്ള യൂസർ ഈ സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും കാണുന്ന ഓരോ ടൂൾസിന്റെയും കാര്യങ്ങളുടെയും പേര് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസർ ഇന്റർഫേസ് എന്ന് പറയാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇതാണ് 3ds മാക്സിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും കുറേ ടൂൾ ബാർസ് ഇവിടെ നമുക്ക് ഇവിടെ നിരന്ന് കിടപ്പുണ്ട്. ഇവിടെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിന്റെ ഓരോന്നിന്റെ പേര് മാത്രം പഠിക്കുക എന്നുള്ള ടോപ്പിക്കാണ് ഇത് കടന്നു വരുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ കാണാൻ പറ്റുന്നതാണ്, നമുക്കറിയാം ഇവിടെ നമ്മുടെ കമ്പനിയുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് അൺടൈറ്റിൽഡ് ഓട്ടോഡെസ്ക് 3ds മാക്സ് 2022. സോ നമ്മൾ പഠിക്കുന്നത് 2022 എന്ന് പറഞ്ഞ വേർഷനാണ്. ഇതിൽ നമുക്ക് വേറൊരു കേസ് വരുന്നതാണ്, ഇതിനകത്ത് കുറെ ടൂൾസുകൾ കടന്നു വരുന്നുണ്ട് അല്ലെ. എന്താണ് ഒന്നാമത്തെ വരുന്നതാണ് മെനു ബാർ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഫയൽ, എഡിറ്റ്, ടൂൾസ്, ഗ്രൂപ്പ് തുടങ്ങി ഇങ്ങനെ പല മെനുസ് ഇങ്ങനെ കടന്നു വരുന്നത് കാണാം. സോ ഇങ്ങനെ കാണുന്ന ഈ ഒരു സെക്ഷൻ വിളിക്കുന്നതാണ് എന്ത്, മെനു ബാർ എന്ന് പറയും. ഫ്രം ഫയൽ ടു ഇങ്ങനെ താഴത്തോട്ട് വരുന്ന കാണാൻ പറ്റും. ഹെൽപ്പ് വരെയാണ് നമുക്ക് ഇതിനകത്ത്, ഇവിടം വരെയാണ് നമുക്ക് സാധാരണ വരുന്നത്. ഇത് രണ്ടും പ്ലഗിൻ ആണ്, ആർണോൾഡിന്റെയും. ഇതൊരു പ്ലഗിൻ അഡീഷണൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് സ്കെച്ചപ്പിലും ഫോട്ടോഷോപ്പിലൊക്കെ പ്ലഗിൻസ് ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് അഡീഷണൽ മാക്സിന് പ്ലഗിൻ രണ്ടും ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ആക്ച്വലി ഫയൽ ടു ഹെൽപ്പ് വരെയാണ് നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പോലെ, ഒരു താഴത്തോട്ട് കാണുന്ന ഒരു ലിസ്റ്റ് പോലെയാണത് ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് ഏതിനെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ചെയ്യാൻ, ക്ലിക്ക് ചെയ്തതിനു ശേഷം എക്സ്പാൻഡ് ചെയ്ത് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. അത് നമുക്ക് കാണാൻ പറ്റിയ ഒരു ഡബിൾ ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ തിക്കായിട്ടുള്ള ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയി നിൽക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് ഒബ്ജക്ട്സ് വരയ്ക്കാൻ ഇവിടെ നിന്ന് വരയ്ക്കുന്ന പോലെ ഇവിടെ വരയ്ക്കാം. എങ്കിൽ ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എത്ര വേണ ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം, അത് തന്നെ ഇവിടെ ആക്റ്റീവ് ആവുന്നതാണ്. സോ നമുക്ക് അങ്ങനെ വരയ്ക്കാവുന്നതാണ്. ഇന്ന് വരയ്ക്കുന്ന ഒബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വിചാരിക്കുവാണെങ്കിൽ നമുക്ക് റീസെറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. റീസെറ്റ് ദ സീൻ ഹാസ് ബീൻ മോഡിഫൈഡ്, സേവ് യുവർ ചേഞ്ചസ്. സേവ് ചെയ്യണം, നമുക്ക് ഫയലിൽ സേവ് ചെയ്യാം. വേണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ചെക്ക് ചെയ്തതല്ലേ, അപ്പോൾ വേണ്ടാന്ന് കൊടുത്തു. ഡു യു വാണ്ട് റിയലി റീസെറ്റ്, യെസ് കൊടുത്ത് അത് ഫുള്ള് റീസെറ്റ് ആയി പഴയ പോലെ റിഫ്രഷ് ആയി. പക്ഷെ ഒരു കാരണം വെച്ചാൽ നമ്മൾ ഡിറ്റാച്ച് ചെയ്ത ഈ മെനൂസ് ക്ലോസ് ആയി പോകത്തില്ല. നമ്മൾ തന്നെ മാനുവൽ ആയിട്ട് ഇത് ക്ലോസ് ചെയ്ത് കളയണം. അപ്പോൾ ഇതിന് വിളിക്കുന്ന പേരാണ് മെനു ബാർ. ഫ്രം ഫയൽ ടു ഹെൽപ്പ് വരെയാണ് ഇതിനകത്ത് നമുക്ക് ഇത് കടന്നു വരുന്നത്. ഇത് വിളിക്കുന്നതാണ് മെനു ബാർ എന്ന് പറയും. രണ്ടാമത് വരുന്നതാണ് ഈ ഒരു ടൂൾ ബാർ. ഇതിന് വിളിക്കുന്ന പേരാണ് എന്താണ്, മെയിൻ ടൂൾ ബാർ എന്ന് പറയും. ഇവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ കണ്ടോ. ഒന്നാമത്തെ വായിച്ചു നോക്കി, മെനു ബാർ ഫ്രം ഫയൽ ടു ഹെൽപ്പ് വരെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പോലെ ബിഹേവ് ചെയ്യുന്നു. രണ്ടാമത് വരുന്നതാണ് മെയിൻ ടൂൾ ബാർ എന്ന് പറയുന്നത്. അതായത് ഈ ടൂൾ ബാറിന് വിളിക്കുന്ന പേരാണ് മെയിൻ ടൂൾ ബാർ. ഇതിനായിട്ട് മെയിനായിട്ട് വരുന്ന ട്രാൻസ്ഫോർമേഷൻസ്, അതുപോലെ റെൻഡറിങ്, ഇതെല്ലാം ഈ മൊഡ്യൂളിലാണ് കടന്നു വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ഇത് മെയിൻ ടൂൾ ബാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കണേ, നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ച് നമുക്കിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരാം. തിരിച്ച് നമുക്ക് വേണമെങ്കിൽ വീണ്ടും അവിടെ തന്നെ വീണ്ടും കൊണ്ടുപോയി വെക്കാം. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഡോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് എവിടെ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് വരുന്നതാണ് കമാൻഡ് പാനൽ എന്ന് പറയുന്നത്. ആക്ച്വലി റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സെക്ഷൻ വിളിക്കുന്ന പേരാണ് കമാൻഡ് പാനൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെയാണ് ഈ മുകളിൽ കാണുന്ന ഈ സെക്ഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് പാനൽസ് എന്ന് പറയും. നമുക്ക് ഒരു പ്രോഗ്രാംസിൽ ജഡ്ജസ് ആയിട്ട് മുകളിൽ 3 പേര് ഉണ്ടാവും, അവരെയാണ് നമ്മൾ പാനൽസ് വിളിക്കുന്നത്. ലൈക്ക് ദാറ്റ് ഈ സോഫ്റ്റ്വെയറിന് നമുക്ക് മാനേജ് ചെയ്യാനായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെയാണ് ക്രിയേറ്റ് പാനൽ എന്ന് പറയും. രണ്ടാമത്തെ മോഡിഫൈ പാനൽ, ഹൈറാർക്കി പാനൽ, മോഷൻ പാനൽ, ഡിസ്പ്ലേ ആൻഡ് യൂട്ടിലിറ്റീസ്. ഇതിനാണ് പാനൽസ് എന്ന് കടന്നു വരിക. രണ്ടാമത്തെയാണ് ഈ സാധനം, ഇത് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്ന OC അഥവാ ഒബ്ജക്ട് കാറ്റഗറി എന്നാണ് വിളിക്കുക. നമുക്കറിയാം 3ds മാക്സിൽ കൂടുതലും ജോമെട്രിക്കൽ ഒബ്ജക്ട്സ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെയാണ് 3D ഒബ്ജക്ട്സ്. അതിനെന്നാൽ ജോമെട്രി എന്ന് പറയാം. കാരണം ബോക്സ്, സ്പിയർ, കോൺ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ജോമെട്രിക്കൽ ഒബ്ജക്ട്സ് ആണ് മാക്സിലൊക്കെ പഠിക്കാനുണ്ട്. പൈആർ സ്ക്വയർ, വിസ്തീർണ്ണം കണ്ടുപിടിക്കുന്ന പോലെ. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഒബ്ജക്റ്റുകളും കണ്ട സ്പിയർ, ഗോളം, വൃത്തം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ സ്പിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഓരോ മോഡലുകൾ ഇവിടെ 3D ഒബ്ജക്ട്സ് എല്ലാം കൂടെ കാണാം. 3D ആണ്. പിന്നെ അതിനകത്തൊരു താഴത്തോട്ടൊരു ലിസ്റ്റ് പോലെ കിടപ്പുണ്ട്. ഇതിനെയാണ് സബ് കാറ്റഗറി എന്ന് പറയാം. നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇതിനകത്ത് പഠിക്കുന്നില്ല. ഇതിനകത്തിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മേജറായിട്ട് വരുന്നത്. പിന്നെ ഒരു സെക്ഷൻ ഇതാണ് വരുന്നത്. സോ നമുക്ക് ഇതിനെ വിളിക്കുന്ന പാനൽസ് എന്ന് വിളിക്കും. ഈ രണ്ടാമത്തെ വിളിക്കുന്ന ഒബ്ജക്ട് കാറ്റഗറി. അങ്ങനെ വിളിക്കാൻ കാരണം 3D ഒബ്ജക്ട്സ്, 2D ഷേപ്സ്, ലൈറ്റ്സ്, ക്യാമറാസ്, ഹെൽപ്പേഴ്സ്, സ്പേസ് ആപ്സ് ആൻഡ് സിസ്റ്റംസ്. ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. 3D ഒബ്ജക്ട്, 2D ഷേപ്പ്, ലൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ്സ് കോൾഡ് ഒബ്ജക്ട് കാറ്റഗറൈസേഷൻ. ഇറ്റ്സ് കോൾഡ് ഒബ്ജക്ട് കാറ്റഗറി എന്ന് പറയും, ഷോർട്ട് വേർഡ് OC. സബ് കാറ്റഗറി നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പഠിച്ചു പോകുമ്പോഴേ പഠിക്കുന്നുള്ളൂ. ഈ ടോപ്പിക്കിൽ കടന്നു വരുന്നില്ല യൂസർ ഇന്റർഫേസിൽ. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സ്റ്റാൻഡേർഡ്, എക്സ്റ്റൻഡ്, കോമ്പൗണ്ട്, പാർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ഇതിനകത്ത് കാണാൻ പറ്റും AEC. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ AEC എക്സ്റ്റൻഡ് ഒബ്ജക്ട്സ്. അത് ഇവിടെയാണ് വരുന്നത്. വോൾ, റെയിലിംഗ്, ഫോളിയേജ്, കൂടാതെ വരുന്ന സ്റ്റെയർ, അതുപോലെ വിൻഡോസ്, ഡോർസ്,
ടൈപ്പ് ഓഫ് ഡോസ് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഇതിനാണ് സബ് കാറ്റഗറി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ സെക്ഷനിൽ കമാൻഡ് പാനൽ എന്ന് പറഞ്ഞ് മൊത്തം വിളിക്കുന്നു. ഇതിന്റെ പേരാണ് പാനൽസ്. ഇതിന്റെ പേരാണ് ഒബ്ജക്ട് കാറ്റഗറി. മൂന്നാമത്തെയാണ് ഈ സാധനം. ഇതിന്റെ പേരാണ് ഒബ്ജക്ട് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കും. ഇതിന്റെ പേരാണ് റോൾ ഔട്ട് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി റോൾ ഔട്ട് പഴയ പേരാണ്. പുതിയ പേരാണ് റോൾ അപ്പ് എന്ന് വിളിക്കും. റോൾ അപ്പ്. ഓക്കെ. നമുക്ക് കാണുമ്പോൾ താഴെ ഒരു റോളപ്പും കൂടി ഉണ്ട്. അതിന്റെ പേരാണ് നെയിം ആൻഡ് കളർ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ടതിന് ശേഷം നമുക്ക് ഈ നോഡിൽ പിടിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് പ്ലേസ് ചെയ്യാനും അതുപോലെ താഴത്തോട്ട് ഇങ്ങനെ റീ അറേഞ്ച് ചെയ്യാനും നമുക്ക് ഇവിടെ സാധിക്കും. പിന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ വേണ്ടി റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പേര് വന്നിട്ടുണ്ട് റോൾ ഔട്ട് എന്ന്. പക്ഷേ ക്ലോസ് റോളപ്പ് എന്നാണ് പുതിയ പേര്. കാരണം ക്ലോസ് എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക വലുതാക്കുക. വേണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ റോൾ ഔട്ടുകൾ വരും. വേണമെങ്കിൽ എല്ലാം ഓപ്പൺ ചെയ്യാം, എല്ലാം ക്ലോസ് ചെയ്യാം, തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കിടപ്പുണ്ട്. വിളിക്കുന്ന പേരാണ് റോൾ ഔട്ട് അഥവാ റോൾ അപ്പ്. സോ 3 എണ്ണമാണ് ഇതിനകത്ത് കടന്നു വരുന്നത്. ഒന്ന് മൊത്തത്തിൽ വിളിക്കുന്ന കമാൻഡ് പാനൽ, പാനൽസ്, ഒബ്ജക്ട് കാറ്റഗറി, ഇതിന്റെ പേര് റോൾ ഔട്ട്. ഇതിന്റെ പേര് സബ് കാറ്റഗറി. നമുക്ക് ഡീറ്റെയിലിൽ പഠിക്കാനില്ല. നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും കമാൻഡ് പാനൽ. ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ ഓഫ് ആയി പോയി കിടക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. കേസ് അത് റിമൂവ് ആയി പോയാലും നമുക്ക് കസ്റ്റമൈസിൽ ഇവിടെ ഷോ യു ഐ ഉപയോഗിച്ചിട്ട് ഇവിടെയും കമാൻഡ് പാനൽ നമുക്ക് വേണമെങ്കിൽ റീ ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിവിടെ നോട്ടിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാനൽസ്, ഒബ്ജക്ട് കാറ്റഗറി ആൻഡ് റോൾ ഔട്ട്സ്. ദ ന്യൂ നെയിം ഈസ് റോൾ അപ്പ്. അടുത്ത് പഠിക്കുന്നതാണ് വ്യൂ പോർട്ട്സ്. നമുക്കറിയാം, നമുക്ക് ഒബ്ജക്ട്സ് എന്തെങ്കിലും വരയ്ക്കുവാണെങ്കിൽ ആ ഒബ്ജക്ട്സിനെ കാണാൻ സഹായിക്കുന്ന വ്യൂ പോർട്ടുകളെയാണ് വ്യൂ പോർട്ട് എന്ന് പറയാം. കണ്ടോ, നമുക്കിവിടെ ഒബ്ജക്ട്സ് ഒക്കെ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇവിടെ 3D കാണാവുന്ന രീതിയിൽ ഇവിടെ 3 ഡയമെൻഷനിലായിട്ടും ബാക്കിയൊക്കെ ലൈൻ ഡ്രോയിങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ കാണാൻ സഹായിക്കുന്ന പോർട്ടുകൾ വ്യൂ പോർട്ട്സ് എന്ന് പറയും. ഇൻബിൽട്ട് ആയിട്ട് മാക്സിൽ നമുക്ക് ശരിക്കും 4 വ്യൂ പോർട്ടാണ് തന്നിരിക്കുന്നത്. അത് ടോപ്പ്, ഫ്രണ്ട്, ലെഫ്റ്റ് ആൻഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയും. അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാം ടോപ്പ്, ഫ്രണ്ട്, ലെഫ്റ്റ് ആൻഡ് പെർസ്പെക്റ്റീവ്. ആക്ച്വലി ഇത് മൂന്നും 2Dയും ഇത് 3Dയും ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എക്സ് ആൻഡ് വൈ രണ്ടെണ്ണം ഉള്ളൂ. ഇവിടെ എക്സ് ആൻഡ് ഇസെഡ് രണ്ടെണ്ണം ഉള്ളൂ. ഇവിടെ വൈ ആൻഡ് ഇസെഡ്. പക്ഷെ ഇവിടെ കാണാൻ പറ്റും എക്സ്, വൈ, ഇസെഡ്. സോ ഇസ് എ 3D വ്യൂ. ഇത് മൂന്നും 2D വ്യൂ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റിയൽ ടൈമിൽ 4 അല്ല, അതിൽ കൂടുതൽ വ്യൂസ് കിട്ടും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഒരു കാര്യം കൂടി എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഓട്ടോക്കാഡിൽ നമുക്ക് മേജർ ഡ്രോയിങ്സ് വരുന്നത് 3 എണ്ണമാണ്. പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ. അതുപോലെ തന്നെ പ്ലാൻ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ആവാം സൈഡും ആവാം. ഇതാണ് ഫ്രണ്ട് ആൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ സെക്ഷൻ വ്യൂ വരുന്നില്ല. പകരം സെക്ഷൻ ഇല്ല എന്നല്ല, ഇപ്പൊ നമുക്ക് 2D ഷേപ്പിൽ നമുക്ക് സെക്ഷൻ വ്യൂ പഠിക്കാനുണ്ട്. പക്ഷേ ഇതിനകത്ത് സെക്ഷൻ മേജർ ആയിട്ട് വരുന്നത് പ്ലാൻ ഓട്ടോക്കാഡിലാണ് സെക്ഷൻ മേജർ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് 3D വ്യൂ ആണ്. അഥവാ 3D ഇന്റീരിയർ വ്യൂസ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ വ്യൂ ആണ് പ്രാധാന്യം. അതുകൊണ്ടാണ് 3D വ്യൂവിന്റെ പേരായിട്ടുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി 2D വ്യൂസ് നമുക്ക് ലൈൻ ഡ്രോയിങ്സ് ആയിട്ടും 3D സോളിഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വ്യൂ പോർട്ട് ഷെയ്ഡിങ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിനെ കുറിച്ച് ഷെയ്ഡിങ് സ്റ്റൈൽസ് നമുക്ക് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ റിയൽ ടൈമിൽ നമുക്ക് ശരിക്കും ഏകദേശം ഫോർ എക്സാമ്പിൾ ഈ 4 വ്യൂവിന്റെ കൺസെപ്റ്റ് അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു സ്ക്രീൻ ആണെങ്കിൽ അതിന് നമുക്ക് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം, അതുപോലെ തന്നെ ബാക്ക്, അതുപോലെ 3D വ്യൂ തുടങ്ങി പല 9ഓളം വ്യൂസ് നമുക്ക് റിയൽ ടൈമിൽ അവൈലബിൾ ആണ്. അപ്പൊ പക്ഷേ ഇതിനകത്ത് നമുക്ക് 4 തന്നിട്ടുള്ളൂ. ആക്ച്വലി 9 ഇതിനകത്തുണ്ട് റിയൽ ടൈമിൽ. സോ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ പോയിന്റ് പേജിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്യാമറ, പെർസ്പെക്റ്റീവ്, ഓർത്തോഗ്രാഫിക്, ടോപ്പ്, ബോട്ടം, ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ്. സോ ആക്ച്വലി നമുക്ക് നേരത്തെ പറഞ്ഞനുസരിച്ച് ഒരു മോണിറ്റർ ആണെങ്കിൽ ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം, അപ്പൊ തന്നെ 6 എണ്ണമായി. അതുകൂടാതെ 3D ആയിട്ടുള്ള വ്യൂ ആണ് പെർസ്പെക്റ്റീവ് 7ആയി. പിന്നെ 8 ഞാൻ യൂസർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നു. അതിനാണ് ഓർത്തോഗ്രാഫിക് അഥവാ ഐസോമെട്രിക് എന്ന് ഓട്ടോക്കാഡ് പറയും. അത് തന്നെയാണ് ഇവിടെ ഐസോമെട്രിക്കിന് പകരം ഓർത്തോഗ്രാഫിക് അഥവാ യു എന്ന് പറഞ്ഞ യൂസർ വ്യൂയുടെ യു ആണ് ഷോർട്ട് കട്ട് ആയിട്ട് തന്നിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്നത് ക്യാമറ. ആക്ച്വലി ക്യാമറ ഉണ്ട്, ക്യാമറ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ക്യാമറ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ട, ക്രിയേറ്റിംഗ് ക്യാമറ യൂസിങ് സ്റ്റാൻഡേർഡ് ഓർ വീറെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ക്യാമറ വ്യൂസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ക്യാമറ കൊടുത്തിട്ടില്ല. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ 1, 2 ലൈറ്റ് നമുക്ക് ആവശ്യമില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9 വ്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ ഷോർട്ട് കട്ട്സ് ഇവിടെ റൈറ്റ് സൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സിമിലർലി ഞാൻ നോട്ട്സിലും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് മൊത്തം 4 വ്യൂ തന്നിട്ടുള്ളൂ. ടു ഗെറ്റ് ദ അതർ വ്യൂസ് ഫസ്റ്റ് സെലക്ട് ഇൻ വ്യൂ പോർട്ട്, എക്സാമ്പിൾ ഫ്രണ്ട്, ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് ഒരു ലിസ്റ്റ് കിട്ടുന്നതാണ്. ആ ലിസ്റ്റിൽ ഏകദേശം 9ഓളം വ്യൂ പോർട്ട് നെയിംസ് ഉണ്ട്. നമുക്ക് ഇതിനാണ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ കാണാൻ സാധിക്കും. ആക്ച്വലി 2015 വരെ ബോട്ടത്തിന് ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു, ബി ആയിരുന്നു. പിന്നീട് അത് അവർ റിമൂവ് ചെയ്തു. ഐ ഡോണ്ട് നോ വൈ. പിന്നെ ക്യാമറയ്ക്ക് സി ഉണ്ട്, പെർസ്പെക്റ്റീവിന് പി, യൂസർ വ്യൂ ആണ് യു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ്, ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ആണ്. സോ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ടോപ്പ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഫ്രണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ടി എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് അടിച്ചാൽ ടോപ്പായി, എഫ് അടിച്ചാൽ ഫ്രണ്ട് ആയി, എൽ അടിച്ചാൽ ലെഫ്റ്റ് ആയി, പി അടിച്ചാൽ പെർസ്പെക്റ്റീവ് ആയി. സോ പെർസ്പെക്റ്റീവ് പോലെ തന്നെ ഇവിടെയും വന്നു. പക്ഷെ 3 ഡയമെൻഷനൽ ആയിട്ട് കാണാനായിട്ട് നമുക്ക് അതിനെ ഇവിടെ ഹോം എന്ന് പറഞ്ഞ ബട്ടണിൽ ഇത് ക്ലിക്ക് ചെയ്യാം.
ഇതിനെ വിളിക്കുന്ന പേരാണ് വ്യൂ ക്യൂബ് എന്ന് പറയും. നമുക്ക് ഏത് വ്യൂവിനെ നമുക്ക് വ്യൂ ക്യൂബിൽ നമുക്ക് ഹോം അടിച്ച് 3D ആക്കി മാറ്റാം. പക്ഷെ നമുക്കത് വേണ്ട, ടി അടിച്ച് ടോപ്പ് ആക്കി മാറ്റിയേക്കാം. വ്യൂ ക്യൂബിന്റെ വേറെ ഗുണമാണ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്ന് പറഞ്ഞ ഓട്ടോക്കാഡിൽ കൊടുക്കുന്ന പോലെ ഡയമെൻഷൻസ്, നമുക്ക് ആംഗിൾ റൊട്ടേഷൻ, ഇതൊക്കെ നമുക്ക് ഇവിടെ സാധ്യമാകുന്നുണ്ട്. 3D വ്യൂവിൽ നമുക്ക് ഇതിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് അത് 3D ആയിട്ട് നമുക്ക് എല്ലാ ഡയമെൻഷനിലും കാണാൻ സാധിക്കും. ഓട്ടോക്കാഡ് 3D, റെവിറ്റ് തുടങ്ങിയ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ സാധനം കാണാൻ പറ്റും. ഇതിന്റെ പേരാണ് ആക്ച്വലി വ്യൂ ക്യൂബ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് ഓഫ് ചെയ്ത് നമുക്ക് അത് റിമൂവ് ചെയ്യാം, വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാവുന്നതാണ്. സോ മൊത്തം ഇങ്ങനെ വ്യൂസിന്റെ ഷോർട്ട് കട്ട്സ് നമുക്ക് മാറ്റിയും അതുപോലെ ഇങ്ങനെ ഇതിലൂടെ നമുക്ക് കണ്ടോ, ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് ആരോ അടിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്തും എല്ലാം നമുക്ക് ചെയ്യാം. തിരിച്ച് ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ക്യൂബിൽ ഹോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പഴയ പോലെ 3D വ്യൂ ആയി മാറുന്നതാണ്. സോ ഈവൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് തലകുത്തി വെച്ചാലും ഇവിടെ നമുക്ക് ഹോമിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് തിരിച്ച് നേരാക്കി വരുന്നതാണ്. സോ ഏതിൽ വേണമെങ്കിൽ 3D ആക്കാം, ഷോർട്ട് കട്ട്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വേറെ കേസ് നമുക്ക് ഈ പറഞ്ഞ 9 എണ്ണത്തിൽ 3 3D വ്യൂസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, we have three-dimensional views. They are in Max. First one, camera, perspective, and orthographic. Camera എന്ന് പറഞ്ഞാൽ 3D ആണ്, പെർസ്പെക്റ്റീവ് 3D ആണ്. ഓർത്തോഗ്രാഫിക് യൂസർ, നമ്മൾ കാണുന്ന വ്യൂ ആംഗിൾ, ഇറ്റ്സ് ഓൾസോ 3D. സോ CPU എന്നായിരിക്കും അതിന്റെ ഷോർട്ട് കട്ട്. ബാക്കി വരുന്നതെല്ലാം ജസ്റ്റ് അതിന്റെ നെയിംസ് ആണ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. എങ്കിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അടുത്ത വരുന്നതാണ് ഈ സാധനം. ഒരു സ്കെയിലിനെ പോലെ കാണുന്ന 100 ഫ്രെയിംസ് കാണുന്ന ഈ ഒരു സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ട്രാക്ക് ബാർ എന്ന് പറയും. ഈ ഒരു സാധനത്തിനാണ് സ്കെയിൽ കാണിക്കുന്നത് ട്രാക്ക് ബാർ എന്ന് പറയും. ഇതിന്റെ മുകളിൽ ഒരു സാധനം ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈം സ്ലൈഡർ, വിച്ച് ഇൻഡിക്കേറ്റ് ദ കറന്റ് ടൈം ഓഫ് ഫ്രെയിം. നമ്മുടെ അനിമേഷൻ നമ്മൾ നടത്തുവാണെങ്കിൽ അനിമേഷനിൽ ഓരോ ഫ്രെയിമിൽ എത്തിയപ്പോൾ എവിടെ എത്തി എന്നുള്ള ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ് ഈ സാധനം. ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈം സ്ലൈഡർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഈ സാധനം. ഇതിന്റെ പേരാണ് അനിമേഷൻ കീയിങ് കൺട്രോൾസ് ഉണ്ട്. നമുക്ക് പ്ലേ ചെയ്യാം, പോസ് ചെയ്യാം, സ്റ്റാർട്ട് ബട്ടൺ, എൻഡ് ഫ്രെയിം, നെക്സ്റ്റ് ഫ്രെയിംസ്, പ്രീവിയസ് ഫ്രെയിംസ്. കൂടാതെ നമുക്കൊരു ഫീച്ചർ കൂടി ഇതിനകത്ത് അഡീഷണൽ വരുന്നുണ്ട്. ഇതിന്റെ ഫ്രെയിമിന്റെ എണ്ണം 100 വരെ ഉള്ളൂ. സോ എനിക്ക് അഡീഷണൽ ടൈം ആവശ്യമുണ്ടെങ്കിൽ 100 എന്നുള്ളത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം കോൺഫിഗറേഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എൻഡ് ടൈം വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ നമുക്ക് സ്പീഡിന്റെ ഡ്യൂറേഷൻ, സ്പീഡിന്റെ വേഗത, കാര്യം അനിമേഷൻ ചെയ്യുന്നതാണെങ്കിൽ അനിമേഷന്റെ വേഗത കൂട്ടാൻ പറ്റും. ആക്ച്വലി അനിമേഷനിൽ അതിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ആ ടോപ്പിക്കിലാണ് അത് കടന്നു വരുന്നത്. എങ്കിലും നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒബ്ജക്റ്റ് പറഞ്ഞു നീക്കി വെച്ചു. ഇവിടെ കാണാൻ സാധിക്കും ഇതൊരു ടീ പോട്ടാണ്. അതിന് നമ്മൾ നെയിം ആൻഡ് കളർ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു കളർ ഞാൻ ലൈറ്റ് കളർ കൊടുത്തു. ഓക്കെ, ഞാൻ അനിമേഷൻ ഇവിടെ സാധനമുണ്ട് ഈ സംഭവം. ഇതിന് വിളിക്കുന്ന പേരാണ് അനിമേഷൻ കീയിങ് കൺട്രോൾസ് എന്ന് പറയും. അതിപ്പോൾ ഓട്ടോ കീ, സെറ്റ് കീ ആൻഡ് കീയുടെ ഒരു ഫിഗർ ഉണ്ട്. ഇവിടെ ഓട്ടോ കീ ഓൺ ചെയ്താൽ നമുക്ക് റെക്കോർഡിംഗ് ഓൺ ആക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 30 ഫ്രെയിമിൽ വെച്ചപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഏകദേശം ഒരു 50 ഫ്രെയിം ആകുമ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ ഒരു 65 ആകുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതൊരു 90 ഫ്രെയിമിലെത്തുമ്പോൾ ഇതുപോലെ. നമുക്ക് ശ്രദ്ധിക്കാം, ഇത് അനിമേഷൻ റെക്കോർഡായി കഴിഞ്ഞു. ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യുവാണെങ്കിൽ പുള്ളി മൂവ് ചെയ്ത് കാണാം. ലൈക്ക് ദാറ്റ് ഇതൊരു ജനറൽ അനിമേഷൻ ആണ്. ഇത് പർട്ടിക്കുലർ വേഗത്തിലാണ് ഓടുന്നത്. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു വീഡിയോ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 24 അല്ലെങ്കിൽ 26 അല്ലെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഓടുന്നത്. അതായത് നമ്മുടെ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ FPS എന്ന് വെച്ചിട്ടുണ്ട്, ഫ്രെയിം പെർ സെക്കൻഡ്. മാക്സിമം വർക്ക് ചെയ്യുന്നത് NTSC എന്ന് പറയും, നാഷണൽ ടെലിവിഷൻ സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ആ ഫോർമാറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കണ്ണിന്റെ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ട്. അതായത് ഒരു പെർസിസ്റ്റൻസി ഓഫ് വിഷൻ. നമ്മുടെ കണ്ണിൽ 1/4 സെക്കൻഡിനുള്ളിൽ അതിന്റെ അടുത്ത ഫിഗർ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഇമേജുകളുടെ മൂവ്മെന്റ് ആണെങ്കിൽ അത് നമുക്ക് മൂവിങ് പിക്ചേഴ്സ്, സിനിമ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് ആ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ്. അത് ചലിക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ആ രീതി തന്നെയാണ് നമ്മുടെ ഫിലിം വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഫിലിംസ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഓരോ സീക്വൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. പണ്ട് നമ്മൾ പ്രൊജക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ കണ്ടിട്ടില്ലേ, ഈ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പ്രൊജക്ടർ വെച്ചിട്ട് നമ്മൾ 2 റീല് വെച്ചിട്ട് മുകളിൽ താഴത്തോട്ട് ഇങ്ങനെ വെക്കുകയും അതിങ്ങനെ ചലിക്കുന്നതായിട്ടും അത് പർട്ടിക്കുലർ വേഗത്തിൽ ഓടുകയും നമുക്കൊരു ഷീറ്റിലേക്ക് അതിനെ പ്രൊജക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ലൈക്ക് ദാറ്റ് നമുക്ക് ഈ ഫ്രെയിം മൂവ് ചെയ്യുന്നത് 1x സ്പീഡിലും അതിന് ഏകദേശം ഒരു സെക്കൻഡ് നമുക്ക് കിട്ടണം, ഒരു മിനിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് അത് മൂവ് ചെയ്യുന്നത്. 30 ഫ്രെയിം വെച്ചാണ് ഒരു സെക്കൻഡ് കാലിക്കറ്റ് ആവുക. അപ്പൊ നമുക്കിപ്പോൾ ഒരു പറയണ ഒരു 5 മിനിറ്റിന്റെ ഒരു വീഡിയോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 30 × 5 അപ്പൊ 150 ഫ്രെയിം നമുക്ക് വേണം. സോ ഒരു ടൈറ്റിൽ അനിമേഷൻ വേണം, അത് 5 മിനിറ്റിനുള്ളിൽ നിൽക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻഡ് ടൈം 100 വരത്തില്ല, 150 ഫ്രെയിം വേണം. സോ എൻഡ് ടൈം 150 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും 150. സോ നമുക്ക് ഇവിടെ അനിമേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പക്ഷെ 90 വരെ ഉള്ളൂ. നമുക്കറിയാം 30 എന്ന് പറയുമ്പോൾ 1 സെക്കൻഡായി, 60 എന്ന് പറയുമ്പോൾ 2 സെക്കൻഡായി, 90 എന്ന് പറയുമ്പോൾ 3 സെക്കൻഡായി, 120 എന്ന് പറയുമ്പോൾ 4ആയി, 150 എന്ന് പറയുമ്പോൾ 5. സോ 5 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഇത് ഔട്ട്പുട്ട് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ 90 വരെ നമുക്ക് അനിമേഷൻ കൊടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. അതുപോലെ തന്നെ ഇതിന്റെ വേഗത നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് 1x സ്പീഡിലാണ് ഓടുന്നത്. നമുക്ക് CD പ്ലെയറിൽ സിനിമ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, 1x പോവുക. നമ്മൾ പാട്ട് വരുമ്പോൾ ഫോർവേഡ് ചെയ്യാറുണ്ട്, അതിങ്ങനെ 2, 4, 6, 8 വരെ 32 വരെ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും അല്ലേ.
2 4 8 16 32 അങ്ങനെയാണ് ശരിക്കും സ്പീഡ് കൂട്ടുന്നത്. ലൈക്ക് ദാറ്റ് ഇപ്പോൾ 4x ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയുടെ സ്പീഡ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ നല്ല സ്പീഡ് കൂടി. സോ ലൈക്ക് ദാറ്റ് 1/4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്ലോയിലായിരിക്കും നമ്മുടെ അനിമേഷൻ മൂവ് ആവുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പോകുന്നത് കാണാം. സോ നമ്മൾ ഇവിടെ സ്പീഡ് കൂട്ടി കുറച്ച് എന്നതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ടിന്റെ വീഡിയോ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും 1x തന്നെ ആയിരിക്കും പോകുന്നത്. ഈ ഒരു സ്പീഡ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. സോ 4x ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയില്ല, നമുക്ക് ടെമ്പററി ആയിട്ടാണ് ആ 4x നമുക്ക് കാണാൻ സാധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അനിമേഷനിൽ നമുക്ക് ഇന്നത്തെ ഈ പേരുകളിൽ അറിയപ്പെടുന്നത്. ലാസ്റ്റ് ടോപ്പിക്കിന്റെ പേരാണ് ഈ 8 വരുന്ന എലമെന്റ്സ്, പേര് പീപ്പോൾ, നാവിഗേഷൻ, കൺട്രോൾസ്. ഇത്രയും കാര്യങ്ങളാണ് യൂസർ ഇന്റർഫേസിൽ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.